കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വം. സായികുമാറാണ് ചേരുന്നത്. സായികുമാർ, അടൂർ പ്രകാശ് പറഞ്ഞു കുടുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നിപ്പോൾ ലീഗ് സമ്മർദ്ദം, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ മലക്കം മറിയുകയാണ് അടൂർ പ്രകാശ്, അല്ലേ? തീർച്ചയായും വിനിത, കൃത്യമായൊരു മലക്കം മറിച്ചിൽ തന്നെയാണ് UDF കൺവീനറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ കേട്ടു. അതായത് സർക്കാർ അതുമായി മുന്നോട്ട് പോവുകയാണ്, ഏതൊക്കെ സ്കൂളിൽ ഇത് നടപ്പാക്കേണ്ടി വരും എന്നതൊക്കെ പിന്നീട് തീരുമാനിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കൃത്യമായി പദ്ധതിയുമായി മുന്നോട്ട് പോകും. അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയാത്തൊരു സാഹചര്യം അത് മുൻ സർക്കാർ ആ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് ആണ് എന്നുള്ളതാണ്. UDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനമാണ്. സ്വാഭാവികമായും അവിടെ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ സമ്മേളനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അവരുടെ കടുത്ത അതൃപ്തി പരസ്യമാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ UDF കൺവീനർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മലക്കം മറച്ചിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇതുമായി മുന്നോട്ട് പോകും എന്ന് താൻ പറഞ്ഞിട്ടില്ല, കൂടുതൽ ചർച്ചകൾ നടക്കും എന്നാണ് പറഞ്ഞത്. ഉപസമിതി ഈ വിഷയത്തിൽ വെച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കും എന്നുള്ളതാണ്. ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോകാൻ എന്തായാലും UDF ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇന്ന് പറയുകയും ചെയ്തു. ഇത് UDF യോഗത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് കൃത്യമായി തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറയുകയും ചെയ്തു. UDF കൺവീനറുടെ വാർത്താ സമ്മേളനം പക്ഷേ ഇന്നലെ നമുക്കറിയാം UDF യോഗത്തിന് ശേഷമാണ് ആ വാർത്താ സമ്മേളനം നടക്കുകയും ചെയ്തത്. അവിടെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് വന്നത്. അതിനുശേഷമാണ് രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MPക്ക് കേന്ദ്ര സർക്കാർ തന്നെ നൽകിയ മറുപടിയും പുറത്തായത്. അതും മുഖ്യമന്ത്രിയുടെയും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ വാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു. വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം എന്ന തരത്തിൽ കൃത്യമായി കേന്ദ്രം നൽകിയിട്ടുള്ള മറുപടി കൂടിയായിരുന്നു. അങ്ങനെ ആകെ വെട്ടിലായ ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ UDF കൺവീനർ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൃത്യമായൊരു മലക്കം മറിച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. ശരി, PM ശ്രീ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ മന്ത്രി KM ഷാജിയുടെ നിലപാട് എന്താ എന്ന ചോദ്യമൊക്കെ CPM നേതാക്കൾ ഇന്ന് ഉയർത്തിയിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ KM ഷാജിയുടെ കൂടി പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും UDF കൺവീനർ മലക്കം മറിഞ്ഞിരിക്കുന്നു. UDF യോഗത്തിൽ തന്നെ ചർച്ചയായില്ലെന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് പിന്നാലെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ പ്രതികരണം കൂടി വരുന്നത്. ഏതായാലും ചില ഭിന്നതകൾ ഉണ്ട് എന്ന് അടൂർ പ്രകാശ് സമ്മതിക്കുകയാണ്, അല്ലേ സായി? തീർച്ചയായും വിനീത, PM ശ്രീ എന്നുള്ളത് എത്രമാത്രം വിവാദമായൊരു വിഷയം. ഇപ്പോൾ തന്നെ LDF നേതാക്കൾ അത് കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്തു. പല തരത്തിൽ വാക്കുകൾ മാറ്റിക്കളിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ള വിമർശനം ഇപ്പോൾ LDF നേതാക്കളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ കൂടി ഇപ്പോൾ ഈ വിഷയത്തിലൊരു U-ടേൺ UDF കൺവീനറുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നു, ഏത് സ്കൂളുകളടക്കം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ UDF കൺവീനർ 24 മണിക്കൂറിനകം അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് മണിക്കൂറൊന്നും ആയിട്ടില്ല. അതിനു മുൻപ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്ന ശേഷം ഉടനടി തന്നെ U-ടേൺ അടിക്കുന്നു UDF കൺവീനർ. PR സുനിൽ കൂടി ചേരുകയാണ്. സുനിൽ, അസാധാരണ ഒരു പ്രതിസന്ധിയിലേക്ക് UDFനെ എത്തിച്ചിരിക്കുന്നു. മുന്നോട്ട് പോകണം എന്നൊരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിയാൻ നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു വെട്ടിലായി അടൂർ പ്രകാശ്. ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമുണ്ട്. ഒപ്പം രാജ്യസഭയിൽ വഹാബിന് ലഭിച്ച മറുപടി, ലീഗ് MPക്ക് തന്നെ ലഭിച്ച മറുപടി കൂടി ശ്രദ്ധേയമാണ്. അത് ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. അപ്പോൾ നേതാക്കളുടെ, മുഖ്യമന്ത്രിയുടെ ഒക്കെ വാദങ്ങൾ തെറ്റ് എന്നുകൂടി തെളിയുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണല്ലേ? വിനീത, തീർച്ചയായും UDF സർക്കാർ, VD സതീശൻ സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് PM ശ്രീ ആയിരുന്നു UDFന്റെ ഏറ്റവും പ്രധാന ആയുധം LDFനെതിരെ. PM ശ്രീയിൽ ഒപ്പുവെച്ചത് BJPയുമായി, കേന്ദ്ര സർക്കാരുമായി LDFനുള്ള ധാരണ എന്നായിരുന്നു അന്ന് പ്രധാനമായും UDF ഉയർത്തിക്കാണിച്ച വിഷയം. നമുക്കറിയാം, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് PK കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ മറ്റെല്ലാ നേതാക്കളും PM ശ്രീയെ വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി. ഇത് BJP CPM ഡീലാണ് എന്ന് പ്രചരിപ്പിച്ചു.